നമുക്കിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് മത്തി മുളകിട്ടത്, ചമ്മന്തി, ഉപ്പേരി, നല്ല ഉണക്ക സ്രാവ് പൊരിച്ചത്. ഇനി എന്റെ വക ഒരു വഴുതന എടുത്ത് പൊരിക്കാന്ന് വിചാരിച്ചു. ആദ്യം വഴുതന ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്യാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ശേഷം പാൻ ചൂടാക്കാൻ വെക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, പൊരിക്കാം. ഇതാണ് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ. ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫ്രൈ. ഇനി നമുക്കൊരു എഗ്ഗ് പൊരിക്കാം. എഗ്ഗ് ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറ്? ക്യാമറ കയ്യിൽ വെച്ച് ഈ പണിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഏകദേശം ഒരു രൂപമാക്കിയെടുത്തു. ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ബനാന ലീഫ് നമുക്ക് ചൂടാക്കാം. 2025 കഴിയാനായില്ലേ, ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവനെ പൊതിയാനെടുത്താലോ. അങ്ങനെ ചൂടാക്കി വന്ന ഇലയിലേക്ക് നമ്മൾ ചോറിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് ഓരോ ഐറ്റംസും ചോറിലേക്ക് വെച്ചുകൊടുക്കാം. ഇതൊക്കെ വെക്കുമ്പോൾ നന്നായി ചോറിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം വെക്കാൻ. എന്നാൽ അത് ചോറുമായിട്ടൊന്ന് മിങ്കിൾ ആവുള്ളൂ. അങ്ങനെ ഇലയും പേപ്പറും കെട്ടിപ്പൊതിഞ്ഞ് നമുക്കിനി ചോറിന് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഞാൻ ആ പൊതി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എല്ലാം സെറ്റായി, അടിപൊളിയായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഇലയിൽ ബിരിയാണിയാണ് ഗൈസ്. നമ്മൾ എന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നത്? നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട, അവര് കഴിക്കട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ ഇലയിൽ കൈയിടാം. ഇനി എനിക്ക് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി നേരെ നമുക്ക് ഇല കാലിയാക്കാം. ഫൈനലി മൈ ബനാന ലീഫ് കാലി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.